ആകെ മൊത്തം ചോർച്ച. ഇപ്പൊ ചോർച്ചാജി എന്ന് പൂജനീയനെ വിളിക്കേണ്ടുന്ന അവസ്ഥയാണ്. എന്താണ് സംഭവിച്ചത്? പ്രാണപ്രതിഷ്ഠ നടത്തിയ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രധാന വിഗ്രഹം ഇരിക്കുന്നിടത്ത് ചോർച്ച. ബീഹാറിൽ കഴിഞ്ഞ 10 ദിവസത്തിനകത്ത് പുതുതായി പണിത 4 പാലങ്ങളാണ് തകർന്നു വീണത്. BJP, JDU, നിതീഷ് കുമാർ സഖ്യ ഭരണമാണല്ലോ. ഡൽഹിയിൽ വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്ന് നിരവധി പേർക്കാണ് പരിക്കേറ്റത്. നീറ്റും നെറ്റും ആകെ ചോർച്ച, ചോദ്യപേപ്പർ ചോർച്ച, ലക്ഷങ്ങളുടെ അഴിമതിയാണ് ചോദ്യപേപ്പറിന് വേണ്ടി കൈമാറ്റപ്പെട്ടത്. മൊത്തത്തിൽ ചോർച്ചയാണ്. അപ്പൊ ഇങ്ങനെ വന്നാൽ ആകെ മൊത്തം ചോർച്ചയാണ്. അപ്പൊ ചോർച്ചാജി എന്നാണ് ഇനിയിപ്പോ അദ്ദേഹത്തെ പൂജനീയനെ വിളിക്കേണ്ടത്. അതൊന്ന്. ഇനി ഞങ്ങൾ ഗൗരവമുള്ളൊരു കാര്യം പറയാം. ഇതൊരു തമാശയായിട്ട് എടുക്കണ്ട, എന്നാലും കുറച്ചുകൂടി ഗൗരവമുള്ളൊരു കാര്യം പറയാം. ഈ മോദി 3.0 എന്താകുമെന്ന് കൃത്യമായി റൈറ്റിംഗ് ഓൺ ദ വാൾസ്, ചുവരെഴുത്തുണ്ട്. ഇവിടെ പ്രധാന പ്രതികളാകാൻ പോകുന്നത് രണ്ട് പേരാണ്. ഈ ഒരു സർക്കാരിനെ താങ്ങി നിർത്തുന്ന, കേവലം ഭൂരിപക്ഷം BJP കൊടുക്കാത്ത അവസ്ഥയിൽ ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും ബീഹാർ മുഖ്യമന്ത്രിയുടെ JDU, നായിഡുവിന്റെ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശവുമാണ് ഇതിനകത്ത് പ്രധാന ഉത്തരവാദികളാകാൻ പോകുന്നത്. ഇപ്പൊ ഗവൺമെന്റ് പുതിയത് രൂപീകരിച്ച് മോദി 3.0 പ്രധാന വകുപ്പുകൾ ഏതെങ്കിലും ഒന്ന് ഈ 2 പാർട്ടികൾക്ക് BJP കൊടുത്തോ? ആദ്യമൊക്കെ തള്ളായിരുന്നു, തള്ളോട് തള്ള്. എന്താ? സ്പീക്കർ സ്ഥാനം TDPക്ക്. നായിഡു തീരുമാനിക്കും ആരാകും സ്പീക്കർ. ഒരു പ്രധാന വകുപ്പുകൾ നിതീഷ് കുമാറിന്, JDUവിന് തള്ളോട് തള്ളായിരുന്നു ദേശീയ മാധ്യമങ്ങളിൽ. അവസാനം എന്തായി? മല പോലെ വന്ന് എലി പോലെ പോയി നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു. സ്പീക്കർ സ്ഥാനമില്ല, പ്രധാന വകുപ്പില് മന്ത്രിമാരില്ല. അപ്രധാന വകുപ്പുകളാണ് ഈ 2 പാർട്ടിയുടെ മന്ത്രിമാർക്ക് കൊടുത്തത്. ഇവിടെ ചോദ്യം, എന്തിന് BJPക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ട് ഇതിന് ഇവർ വഴങ്ങിക്കൊടുത്തു? നായിഡുവും നിതീഷ് കുമാറും വഴങ്ങിക്കൊടുത്തതിന് പിന്നിൽ വേറെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ വൈകാതെ ഓരോന്നായി പുറത്തു വരും. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പിന്നുള്ള അജണ്ട എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രതിരോധം, ആഭ്യന്തരം, വിദേശകാര്യം, ധനകാര്യം, വിദ്യാഭ്യാസം തുടങ്ങി പ്രധാനപ്പെട്ട ഒരു വകുപ്പ് പോലും ക്യാബിനറ്റ് റാങ്കോടെ നിതീഷ് കുമാറിന്റെ പാർട്ടിക്കോ നായിഡുവിന്റെ പാർട്ടിക്കോ കൊടുക്കാതെ BJP കളിച്ച കളിയുണ്ടല്ലോ. അതെന്തിനാണെന്ന് വൈകാതെ അതിന്റെ കാര്യങ്ങൾ പുറത്തു വരും. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റും. അതിപ്പം ഞങ്ങൾ മുഴുവൻ പറയുന്നില്ല. ഇത് മോദി 3.0 എന്ന് പറയുന്നത് ഒരു ചോർച്ചാജി സർക്കാരാണെന്ന് ഇപ്പൊ തന്നെ ബോധ്യമായി കഴിഞ്ഞു. അപ്പോ ഈ ചോർച്ചാജിക്ക്, പൂജനീയന് ഈ ശനിയുടെ അപഹാരം ഉണ്ടായിട്ടുണ്ടാവാം. വിശ്വാസികൾക്ക് എടുക്കാവുന്നതാണ്, അപഹാരം ഉണ്ടാവാം. അതുപോലെ അയോധ്യയിലെ കാര്യങ്ങൾ കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞതാണ്. അയോധ്യയിലെ കാര്യങ്ങൾ, അയോധ്യ BJPക്ക് എത്ര തിരിച്ചടി ഉണ്ടാക്കി രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു. ഞങ്ങൾ മുമ്പ് വീഡിയോകളിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ജയിച്ച MBA പ്രസാദിനെ, അദ്ദേഹത്തെ അന്നത്തെ പാർലമെന്റിലെ ലോക്സഭയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നോക്കുന്നവർക്ക് മനസ്സിലാവും. അയോധ്യയിൽ നിന്ന് ജയിച്ചു വന്ന ഫൈസാബാദ്, അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ജയിച്ചു വന്ന സമാജ്വാദി പാർട്ടി MBA, ആ പാർട്ടിയുടെ പ്രസിഡന്റ് അധ്യക്ഷൻ അഖിലേഷ് സിംഗ് യാദവ് പിൻനിരയിൽ നിന്ന് ഇരുന്ന അയാളെ, ആ MBA അദ്ദേഹം ചേർത്ത് പിടിച്ച് മുൻനിരയിൽ ഇരുത്തിയിട്ട് രാഹുൽ ഗാന്ധിക്കും തനിക്ക് നടുക്ക് പ്രസാദിനെ ഇരുത്തി. അയോധ്യയിലെ MBA എന്തിനാണ്?
അതൊരു സൂചനയാണ്. നിങ്ങൾ കോടികൾ മുടക്കി, ആയിരക്കണക്കിന് കോടികൾ മുടക്കി നിങ്ങൾ രാമക്ഷേത്രം പണിതു, പ്രാണപ്രതിഷ്ഠ നടത്തി, അവിടെ പുതിയ റെയിൽവേ സ്റ്റേഷൻ തുറന്നു, പുതിയ വിമാന സർവീസുകൾ ആരംഭിച്ചു, ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെ സ്ഥാപിച്ചു. പക്ഷെ ഇപ്പം എന്താണ്? വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചു, പകുതിയോളം. ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറച്ചു, ബസ് സർവീസുകൾ വെട്ടിക്കുറച്ചു. അയോധ്യയിലേക്ക് പോകാൻ ആരുമില്ല, ആൾക്കാരില്ല. ലോകത്തെ ഏറ്റവും വലിയ വിശ്വാസ കേന്ദ്രമായി മാറുമെന്ന് പ്രഖ്യാപിച്ച അയോധ്യയാണ് ഇപ്പൊ ചോർന്നൊലിക്കുന്നത്. ഇതിൽ പരം ഒരു തിരിച്ചടി രാഷ്ട്രീയമായിട്ടും വിശ്വാസപരമായിട്ടും BJPക്ക് സംഘപരിവാറിന് കിട്ടാറുണ്ട്. എന്തേ അയോധ്യയെ പറ്റി ഇപ്പം ആരും മിണ്ടാത്തത് BJPക്കാര്? എന്തേ അയോധ്യ അന്താരാഷ്ട്ര തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി എന്ന് പ്രഖ്യാപിക്കാത്തത് BJPക്കാര്? അവിടെ ആളനക്കമില്ല, അവിടേക്ക് ആരും വരുന്നില്ല. ഇത് കാലം തരുന്ന കാലത്തിന്റെ തിരിച്ചടിയാണെന്ന് BJPക്ക് ഇപ്പം ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന മാറ്റിയെഴുതാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ത്യൻ ജനത ഭൂരിപക്ഷം തരാതിരുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഹിന്ദുത്വ അജണ്ട ഇവിടെ നടപ്പാക്കാൻ കഴിയില്ല. കോൺഗ്രസ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് കോൺഗ്രസിന്റെ കുറെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ഒഴിച്ചാൽ നിലപാട് അവരെടുത്തെങ്കിൽ അതിൻ്റെ കൂടെ ഇന്ത്യൻ ജനതയുണ്ട്. ഇത്തവണ നിലപാടെടുത്തു. പണ്ടവിടെ ഈ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് മുമ്പ് അവിടെ ആദ്യം പൂജയ്ക്ക് അനുമതി കൊടുത്തത് ആരാണ്? ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിയാണ്, പേര് ഞാൻ പറയുന്നില്ല. അവിടെ ശിലാന്യാസം ചെയ്യാൻ ആദ്യം പെർമിഷൻ കൊടുത്ത ആരാണ്? ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിയാണ്, പേര് ഞാൻ പറയുന്നില്ല, ഇവിടെ പ്രേക്ഷകർ ഊഹിച്ചത്. മൂന്നാമത് ഈ ബാബറി മസ്ജിദ് തകർക്കാൻ വേണ്ടി 14 ഭാഷ അറിയാവുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മൗനം പൂണ്ടിരുന്നത് ആരാണ്? ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിയാണ്. കോൺഗ്രസ് എപ്പോഴൊക്കെ മൃദു ഹിന്ദുത്വയെ കെട്ടിപ്പിടിച്ചു അപ്പോഴൊക്കെ കോൺഗ്രസിനെ ഇന്ത്യൻ ജനത തോൽപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ ഒരു നിലപാടെടുത്തു. അയോധ്യയിലെ രാമക്ഷേത്രം RSS പ്രോജക്റ്റാണ്, BJP പ്രോജക്റ്റാണ്, അതുമായിട്ട് ഞങ്ങൾ സഹകരിക്കില്ല എന്ന് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം ഒരു നിലപാടെടുത്തത് കൊണ്ട് അതിന്റെ ഗുണം ഇപ്പൊ കിട്ടി. മല്ലികാർജുൻ ഖാർഗെ എന്ന ദളിതനായ ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ഉള്ളതുകൊണ്ടും തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഉള്ളതുകൊണ്ടും അത്തരം നിലപാട് എടുത്തതുകൊണ്ടും ഗാന്ധി കുടുംബത്തിന്റെ ഗുണമൊന്നും അല്ലത്. ഏത് ഗാന്ധി? മഹാത്മാഗാന്ധി അല്ല, ഇന്ദിരാഗാന്ധി കുടുംബത്തിന്റെ ഗുണമൊന്നുമല്ല. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഈ ഹിന്ദുത്വയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു കോൺഗ്രസ് പുതിയൊരു നിലപാടെടുത്തപ്പോൾ, ഇതുവരെ ചെയ്ത തെറ്റുകൾ തിരുത്തി പറയുന്ന രീതിയിലുള്ള നിലപാടെടുത്തപ്പോൾ അതിനെ ഇന്ത്യൻ ജനത അംഗീകരിച്ചതിന്റെ തെളിവാണ് ഇത്തവണ കിട്ടിയ ഈ ഒരു വലിയ മുന്നേറ്റം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും. BJPക്ക് കേവല ഭൂരിപക്ഷം കൊടുക്കാത്ത ഇന്ത്യൻ ജനതയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. വിശ്വാസവും രാഷ്ട്രീയവും രണ്ടാണ്. അത് നരേന്ദ്രമോദിയും BJPയും സംഘപരിവാർ ഇപ്പം മനസ്സിലാക്കി. സ്വസ്ഥം സുഖം.